കിടക്കുവാ? ഓ വന്നു പെണ്ണെ. നീ ഇതാരെ കിട്ടിക്കാനടി പുല്ലേ ഇത്ര നേരത്തെ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നു? മോള കയ്യിലുള്ള വട്ടത്തിലുള്ള യന്ത്രത്തിലോട്ടൊന്ന് നോക്കിക്കേ. 9:30 ആവാനായല്ലോ അല്ലേ? ഞാൻ 8 മണി പറഞ്ഞിരിക്കാടി. ഇതേ ഒന്നുകൂടി തന്നാണ്ടല്ലോ അവളുടെ ഒരു ഉറക്കം. ഓ പിന്നെ നീ വലിയൊരു പുണ്യാളത്തി. ഫസ്റ്റ് ഡേ ആയോണ്ടല്ലേടി? ഫസ്റ്റ് ഡേ എങ്കിലും ഞാൻ വരുന്നുണ്ടല്ലോ നേരത്തെ. ഓ മതി ചേച്ചി സ്വയം ബുക്കിയത്. ഇനി നമുക്ക് ക്ലാസ് തപ്പാം. അല്ലടി ഇനി നമ്മൾ ആരെങ്കിലും പിടിച്ച് റേപ്പ് ചെയ്യോ? എന്താ മോള് പറഞ്ഞേ? എടി ഈ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുമ്പോ സീനിയേഴ്സ് റേപ്പ് ചെയ്യില്ലേ അത്. അയ്യോ എടി ബുദ്ധൂസേ, റാഗിങ്, റേപ്പ്, പീഡനമാടി. ഓ മൈ ഗോഷ്. ഒരു തെറ്റ് ഏത് പഠിക്കാൻ പറ്റും അല്ലേ? അത് ശരിയാ, അത് നീ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. എന്ത്? അല്ല തെറ്റ് ഏത് പട്ടിക്ക് വേണമെങ്കിലും സംഭവിക്കാന്ന്. പട്ടി നിന്റെ കൊച്ചച്ഛനാടി നായി. എന്റെ ആടി എന്റെ കൊച്ചച്ഛനെ കൊന്നിട്ട് നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഇങ്ങനെയാണ് പോക്കെങ്കിലേ അങ്ങേരെ മുമ്പ് ഞാൻ നിന്നെ പെട്ടിയിലാക്കും. ഓയ് മക്കിൾസ്, ഒന്നിങ്ങോട്ട് വന്നേ, ചേട്ടന്മാര് പരിചയപ്പെടട്ടെ. ഷോ നമ്മൾ പറഞ്ഞു തീർന്നില്ല. ഇവർക്കൊക്കെ എന്താ ആയുസാലേ? അതെ അതെ, ഇവന്മാരൊക്കെ എവിടെ നിന്ന് കിട്ടിയെടുക്കുന്നോന്നാവും. വാടി നോക്കി നിൽക്കാതെ നമ്മളെ അവര് റേപ്പ് ചെയ്യാൻ വിളിച്ചതാ. വാ പോയി നിന്ന് എടുക്കാം പ്ലീസ്. കൊല്ലാതിരിക്കാൻ പറ്റുമോ? ആ കാര്യത്തിലൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്താടി വിളിച്ച വരാൻ ഇത്ര താമസം? അതിന് നീ ഏതാടി? ഇയാളാ ഞങ്ങളെ വിളിച്ച്. ഇയാൾ പറയേ. ഞങ്ങള് മക്കളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചതാ. ഔ താങ്ക് യു അങ്കിൾ, ഭയങ്കര വലിയ ഉപകാരായി. അങ്കിളോ? അതെ അങ്കിൾ. വേണ്ട വേണ്ട, അത് വേണ്ട. ഇയാൾ എന്തിനാ ഞങ്ങളെ വിളിച്ചെന്ന് പറയുന്നുണ്ടോ? ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോവാനുള്ളതാ. മക്കൾക്ക് ബഹുമാനം അടുത്ത് കൂടെ പോയിട്ടന്നല്ലോ. ഐഷ എന്താ അങ്കിൾ ഇത്ര ബഹുമാനം പോരെ അങ്കിൾ? അങ്കിൾക്ക് ഓ ഈ കുരുട്ടിത്. ആ എബി വന്നല്ലോ. ഇനിയാണ് മക്കളെ കളി. ഞങ്ങളുടെ ഹീറോ എത്തിയിട്ടുണ്ട്. നക്ഷത്രങ്ങൾ നാണം കൊള്ളും മാണിക്യക്കാട്ടിൽ പാടാം നിനക്കായി. ഒരു കാതൽ കാറ്റായി നിന്നെ കാതിൽ ചൊല്ലാമോ? ഒരു കണ്ണീർ മുത്തായി എന്നെ താരാട്ടാമോ? എന്താ ബി രാവിലെ തന്നെ ഒരു കൂട്ടച്ചർച്ചയൊക്കെ? ഓ എന്റെ പൊന്നെ ബി, രാവിലെ തന്നെ ഇറങ്ങിക്കോളും കുറച്ച് മര്യാദ ഇല്ലാത്ത പെൺപിള്ളാര്. അപ്പൊ ഞാൻ അവർക്ക് കുറച്ച് മര്യാദ പഠിപ്പിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അതിന് താൻ ആരാടോ എല്ലാ പെൺപിള്ളേർക്കും മര്യാദ പഠിപ്പിക്കാനും മാത്രം? മര്യാദരാമനോ? അങ്കിളിന് കൊടുത്ത മര്യാദയൊന്നും പോരാ തോന്നുന്നു മധു. അതെ അതെ, ഇങ്ങനെയാണെങ്കിലേ അങ്ങനെ കുറേ മര്യാദ വാങ്ങിക്കൂട്ടും. നിർത്തടി പുല്ലേ. പറഞ്ഞു എങ്ങോട്ടായി കേറി പോകുന്നേ? പറച്ചില് കേട്ടാ തോന്നല്ലോ നിന്റെ തന്തന്റെ വകയാണെന്ന്. പുല്ലും തെങ്ങും പഴുതാരിയൊക്കെ തന്റെ മറ്റോളെ പോയി വിളിച്ചാൽ മതി, ഇങ്ങോട്ട് ഇറക്കാൻ നിൽക്കണ്ട തോന്നും. ആ പിന്നെ എന്റെ അച്ഛന്റെ വക ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ എനിക്ക് പറയാനുള്ളത് പറയും. എന്റെ പൊന്നു സഹോദരി, ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ തിരിച്ചെടുത്തു. അല്ല നിങ്ങളേതാ ഡിപ്പാർട്ട്മെന്റ്? ഫിസിക്സ് 3rd ഇയർ. അപ്പൊ പുതിയ രണ്ടുപേരും നിങ്ങളായിരുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു ജൂനിയേഴ്സ് ആവുന്നു. അതാ പ്രവൃത്തി തന്നെ മനസ്സിലായി ഞങ്ങൾക്ക്. എന്തായാലും നമ്മൾ സെയിം ക്ലാസ്സാ, അപ്പോ ഫ്രണ്ട്സ്. ഓക്കെ പറയാല്ലേ? ഞങ്ങൾ പാവങ്ങളാണ് മക്കളെ, ഒന്നും ചെയ്യൊന്നുമില്ല. ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിന്ന് കൊടുക്കാറുമില്ല മിസ്റ്റർ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്. പേരെന്തായിരുന്നു? ഞാൻ അബി, ഇവൻ എബി. ഇത്രയ്ക്ക് ആറ്റിറ്റ്യൂഡ് മസിൽ പിടിക്കൊന്നും വേണ്ടെന്നേ. മസിലൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടോ.
ചിരിച്ചു. അപ്പൊ ഫ്രണ്ട്സ്? ഇനിയിപ്പോൾ അതല്ലേ പറ്റൂ. വന്നല്ലോ എബിസേട്ടൻ. ഇതെന്താ ഡയറി വിൽക്കോ? ഇങ്ങോട്ട് കാട്ടിക്കേ. എന്താ മോനെ, വാലന്റൈൻസ് ഡേ സ്പെഷ്യലാ? നീ അതങ്ങ് തന്നെ. ഇല്ല, തരില്ല. ആദ്യം പറയേ, എന്നിട്ട് തരാം. കളിക്കല്ലേ. കളിക്കും. എൻ്റെ പൊന്നു മോളെ, നിനക്കറിയാത്തോണ്ടാണ്. ഇന്ന് ഡയറി മിൽക്കിന്റെ പെരും മഴയാവും ഇവന്. ഇവരുമാർക്ക് വേറെ പണിയൊന്നുമില്ലേ? അല്ലേ ബി, ഇതാര് തന്നതാ? അതാ പ്രിയ തന്നതാടാ. ഓ അവളോ? നടക്കട്ടെ നടക്കട്ടെ. ഒന്ന് പോടാ, നീ അതിങ്ങ് തന്നേ. ഞാൻ അടുത്ത് തിന്നൊന്നുമില്ല. ഒരു ഡയറി മിൽക്ക് എന്നാ പിടിച്ചോ. ഐഷ് അങ്ങനെ പറയല്ലേ, വായോ നമുക്ക് തിന്നാടി. എനിക്ക് വേണ്ട നിന്റെ മറ്റുള്ള ഡയറി മിൽക്ക്. നീ തന്നെ പുഴുങ്ങി തിന്നോ. അങ്ങനെ പറയല്ലേ മുത്തേ. പോടാ. ഓക്കെ, നീ തിന്നണ്ട, ഞാൻ തിന്നോളാം. എടാ, നിനക്കെവിടുന്ന ഡയറി മിൽക്ക് കിട്ടിയേ? നിന്റെ ബാഗിൽ ഞാൻ കണ്ടിരുന്നല്ലോ. എന്ത് ഡയറി മിൽക്കോ? എനിക്കോ? തപ്പി കളിക്കല്ലേ മോനാബി. ആരാ തന്നത് എന്നിങ്ങോട്ട് പറഞ്ഞാ മതി. എടാ, എനിക്കാര് തരാനാ? പന്ന മോനെ, ഞാനായിട്ട് നിന്നെ കൊണ്ട് പറയിപ്പിക്കണോ അതോ നീയായിട്ട് പറയുന്നോ? എടാ, അതാ സ്നേഹ തന്നതാടാ. ഇനി വാ പെണ്ണെ, നമുക്ക് പോവാം. തന്നെത്താൻ അങ്ങോട്ട് പോയാ മതി, ഞാനൊന്നുമില്ല. പന്നം മര്യാദയ്ക്ക് വന്നോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ തൂക്കി പിടിച്ച് കൊണ്ടുപോകും. അങ്ങനെ മനസ്സിലാവണ ഭാഷയിലൊക്കെ പറയണ്ടേ, എന്നാലല്ല മനസ്സിലാവൂ. വൈഷു, എന്നോട് ക്ഷമിക്കടി, സോറി. എന്തെങ്കിലും ഒന്ന് പറയ് വൈഷു, നമുക്ക് നിർത്താം നമ്മുടെ ഈ മനസ്സുകൾ തമ്മിലുള്ള ഒളിച്ചുകളി. ഇനിയെങ്കിലും നിനക്ക് എന്നോട് പറഞ്ഞൂടെ? ഞാൻ ഇനി പറഞ്ഞിട്ടെന്തിനാ നിങ്ങളുടെ ഇടയിൽ ഒരു കട്ടുറുമ്പാവാനോ? ഏടി പൊട്ടത്തി, ഒരു ചോക്ലേറ്റ് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് അത് പ്രണയാണെന്നൊന്നും അല്ല. പൊട്ടത്തി, നിന്റെ മറ്റവളെ പോയി വിളിക്കടാ. അതിനെ തന്നെ വിളിച്ചേ. അവര് ശരിക്കും നല്ല മാച്ച് ഉണ്ട് അല്ലേ മധു? എന്താ, എന്റെ മുഖത്ത് എന്തെങ്കിലും മരച്ചു വെച്ചിട്ടുണ്ടോ? എന്താ നിന്റെ പ്രശ്നം? എന്റെ പൊന്നു മധു, നമ്മൾ അവിടെ നിന്ന് അവർക്കൊരു പ്രൈവസി കിട്ടില്ല. അതുകൊണ്ടല്ലേ നിന്നെയും പോക്കി ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്താ പെണ്ണെ നിന്റെ പ്രശ്നം ശരിക്കും? എന്നോട് പറയേ, ഞാൻ ശരിയാക്കി തരാം. നീ നിന്റെ പ്രിയന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യമൊന്നും നോക്കാൻ വരണ്ട. എന്താ, എനിക്ക് അപ്പോഴേ തോന്നിയതാ ഇതന്നെ ആവും പ്രശ്നം എന്ന്. ആയിക്കോട്ടെ, മാറങ്ങോട്ട്. അവള് തന്നു, ഞാൻ അത് വാങ്ങിച്ചു. അല്ലാതെ വേറൊന്നും എനിക്ക് അവളോടില്ല. ഇനിയെങ്കിലും എന്നോടൊന്ന് മിണ്ടു മധു, എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ നീ മിണ്ടാണ്ട്. പ്രോമിസ്? അതേടി സത്യം. എന്നാ ഓക്കേ. ഇങ്ങനെ പോയ അവസാനം ഞാൻ തന്നെ നിന്നെ കെട്ടേണ്ടി വരുവോടി? നെഞ്ചമൊന്നു കൊഞ്ചി വല്ലാതെ ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ, ഉള്ളിലാ എന്നോടും ഇഷ്ടമല്ലേ, ചൊല്ലൂ ഇഷ്ടമല്ലേ. ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ. നിന്നെ കെട്ടിനേനെക്കാട്ടി നല്ലത് വല്ല പൊട്ടക്കിണറ്റിലും പോയി ചാടണതാ. അതൊക്കെ നിന്റെ തന്ത വിശ്വനാഥനില്ലേ, അങ്ങേരെ പോയി വിളിക്കടി. നീ ബോർഡർക്ക.
കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ഒരു ഹാപ്പി അനൗൺസ്മെൻ്റ് ഉണ്ട്. ഈ വരുന്ന ജൂൺ 26 നമ്മൾ കോളേജ് ഡേ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ കുട്ടികളും സജീവമായി പങ്കെടുക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. താല്പര്യമുള്ള കുട്ടികൾ ചെയർമാൻ്റെ പക്കം പേര് കൊടുക്കേണ്ടതാണ്. നിന്റെ ബീൻ്റെ അടുത്താണല്ലോ കൊടുക്കേണ്ടേ, നീ കൊടുക്കണില്ലേ? കൊടുക്കാതെ പിന്നെ എന്തായാലും കൊടുക്കണം, അവൻ്റെ അടുത്ത് പോയിട്ട് തന്നെ കൊടുക്കണം. ഈ പ്രാവശ്യത്തെ കോളേജ് ഡേ നമുക്ക് പൊളിച്ചെടുക്കണം. അതൊക്കെ അത്രേ ഉള്ളൂ, നമ്മൾ പൊളിക്കും. എടി, അവൻ്റെ കൂടെയുള്ള ആ പെണ്ണെ അവനെ വളച്ചെടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. എനിക്കും തോന്നാതെ ഇല്ല. പക്ഷെ ഇതൊക്കെ ചെറുത്, ഇതിനെക്കാട്ടി വലുതിനെ നമ്മൾ എത്ര ഓടിച്ചു വിട്ടേക്കുന്നു. സോ സീനില്ല. അത് ശരിയാ, എന്നാലും നീ ഒന്ന് കരുതിയിരുന്നോ. നീ എന്താ മധു ഇവിടെ മാറിയിരിക്കുന്നേ? ഓ വന്നോ കപ്പിൾസ് സൊള്ളൽ കഴിഞ്ഞിട്ട്? പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? എൻ്റെ മധു ഇവിടെ അല്ലേ? പോടിച്ചേട്ടെ. ഇവിടെ എബി ഉണ്ടായിരുന്നില്ലേ, പിന്നെന്താ? ഇത് അങ്ങനെ കാര്യം എൻ്റെ അടുത്ത് പറയരുത്. വലിയ കൊമ്പത്തെ ചെയർമാനാ, ഭയങ്കര ബിസി അല്ലേ? എടി, അല്ലെങ്കിലും കോളേജ് ഡേക്ക് ആവുമ്പോൾ അവൻ ഫുൾ തിരക്കാവും, അതുകൊണ്ടല്ലേ. അബി നിർത്ത്, അവളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, അവൾ മനസ്സിലാക്കാനും പോകുന്നില്ല. അതെ, എനിക്കൊന്നും മനസ്സിലാക്കില്ല, ഞാൻ ഒരു പൊട്ടിയാണല്ലോ. എബി, നീ അത് കാര്യാക്കണ്ട, ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചോളാം. മധു, നീ എന്തിനാ അവനോട് ചൂടായിട്ട് ഇവിടെ വന്നിരിക്കണേ? എന്താ നിന്റെ പ്രശ്നം? ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ വൈശാലി, ഒന്ന് പോ. എന്താടാ, എന്താ എൻ്റെ മധുവിന് പറ്റിയത്? നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാലോ. എൻ്റെ വൈശുവല്ലേ ചോദിക്കുന്നത്? എനിക്കറിയില്ല വൈശു എന്താ പറയണ്ടേന്ന്. എബി എനിക്ക് തരാറുള്ള അറ്റൻഷൻ തരാതിരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരെടി. എൻ്റെ മൈൻഡൊന്നും ഞാൻ പറയുന്നത് കേൾക്കുന്ന പോലുമില്ല. അവൻ എന്തിനാ എന്നിങ്ങനെ ഓരോ സെക്കൻഡും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്? ഐ തിങ്ക് യു ആർ ഇൻ ലവ്. ആം ഐ റൈറ്റ്? നോ, അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് യെസ്. നീ പറഞ്ഞു വരുന്നത് എനിക്ക് അവനോട് പ്രണയമായിരുന്നു എന്നാണോ? പ്രണയമായിരുന്നു എന്നല്ല, പ്രണയമാണ് എന്നതാണ്. ഇപ്പോഴും ഈ കാര്യം നിന്റെ മനസ്സിൽ നിന്ന് പുറത്തെടുത്ത് എന്നോട് പറയാൻ കഴിയുന്നില്ലേ മധു നിനക്ക്? ഞാൻ എന്താ പറയണ്ടേ വൈശു നിന്നോട്? ഞാൻ പറയാതെ തന്നെ നീ ഇപ്പൊ എല്ലാം മനസ്സിലാക്കിയില്ലേ? ഇത്രയ്ക്ക് നല്ലൊരു കാര്യമാണോ നീ ഒളിപ്പിച്ചു വെച്ചാ മധു? എടി, നീ എന്തൊന്നും പറയാത്ത? ഈ കാര്യം ചിലപ്പോ എന്നെ വേദനിപ്പിക്കുന്ന ഒന്നാവാം. ചിലപ്പോ എനിക്ക് മാത്രമേ ഫീലിങ്സ് അവനോടുള്ളെങ്കിലോ? ദാറ്റ്സ് നോട്ട് മാറ്റർ ബേബി. നീ എപ്പോഴും പറയാറില്ലേ KKBP, കിട്ടിയാ കിട്ടി, പോയാ പോയി, അതൊക്കെ അത്രേ ഉള്ളൂ. ഇതിപ്പോഴും കഴിഞ്ഞില്ലേ? കഴിഞ്ഞോണ്ടിരിക്കുന്നു. മധു ഉണ്ടോ? മധു ഇങ്ങോട്ട് വന്നേ. സോറി ഡി, എനിക്ക് അല്ലെങ്കിൽ തലയ്ക്ക് നട്ടപ്രാന്ത് എടുത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നീയും. മധു എന്തേർക്ക കുറെ നേരമായി അവൻ മധു വിളിച്ച് ചെവിക്ക് തൊള്ള തരാണ്ടിരിക്കുന്നു. ചെവിക്ക് തൊള്ളേ? അതെന്താടി? അത് തൊയിരം തൊള്ളയല്ല, സ്ലിപ്പായതാടോ. ഇപ്പോഴാണ് എൻ്റെ മധു ഉഷാറായത്. എനിക്കത് മതി. പിന്നെ നിങ്ങളെ രണ്ടാളെ പേര് ഞാൻ ഡാൻസിന് കൊടുത്തിട്ടുണ്ട്, മര്യാദയ്ക്ക് കളിച്ചോണം. പിന്നെ അതൊക്കെ നമ്മൾ പൊളിച്ചെടുക്കില്ലേ? സ്റ്റേജ് പൊളിക്കാതിരുന്നാൽ മതി.
പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും സിംഗിൾ ഐറ്റംസ് കൊടുക്കണോ? ആ കൊടുക്കണം. മധു ക്ലാസിക്കൽ ഡാൻസ്. പോടി അവിടെ നിന്ന്. അപ്പോൾ ഓക്കെ, സെറ്റ്. മധു ക്ലാസിക്കൽ ഡാൻസ് പേരെഴുതി. ഇത് വെട്ടിക്കോട്ടോ. ഇല്ല കേട്ടോ, എനിക്ക് എൻ്റെ മധുവിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഒന്ന് കാണണം. അല്ല, അപ്പം ഞങ്ങൾക്ക് എങ്ങനെയാ പ്രാക്ടീസ് ടൈമൊക്കെ? അതൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേണമെങ്കിലും ഇറങ്ങാം. അപ്പോൾ ടീച്ചർമാർ സീനാക്കില്ലേ? ഏയ്, കോളേജ് ഡേക്കും ആർട്സിനൊന്നും ടീച്ചർമാർക്ക് പ്രശ്നമില്ല. കാരണം കുട്ടികളൊന്നും ഉണ്ടാവില്ല ക്ലാസ്സിൽ. പിന്നെ അവർക്കും പരിപാടികളുണ്ടാവും. വൗ, അതേതായാലും നന്നായി. എബി, ആ വാടോ, പറയേ, ഐറ്റം എന്താ? നിനക്കെന്റെ മനസ്സ് ഇത്രയും പെട്ടെന്ന് വായിക്കാൻ പറ്റുമോ എബി? എല്ലാരും ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് മണ്ണെണ്ണേറിയും വാങ്ങാനാണല്ലോ. താൻ പറയടോ, ഏതാ ഐറ്റം? അത് എല്ലാം മധു എന്തിനൊക്കെ ഉണ്ട്? ഞാൻ എല്ലാത്തിനും ഉണ്ട്. നിനക്കെന്താ? ഇവളിത് അവള് ക്ലാസിക്കൽ ഡാൻസും പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്നു. ആണോ? ഞാൻ ക്ലാസിക്കൽ ഡാൻസും പിന്നെ വേറൊരു ഗ്രൂപ്പ് ഐറ്റം ഉണ്ടായിരുന്നല്ലോ, അത് പിന്നെ പേര് തന്നു തോന്നുന്നു. ആ ഓക്കെ ഓക്കെ, ആ അത് തന്നുണ്ട്. ശരി ശരി, എന്നാൽ എന്താടി ഉണ്ട് കണി നോക്കുന്ന? ശരി. നീ വന്നോ മധു? ഫുഡ് എടുത്തു വെക്കട്ടെ? വേണ്ട അമ്മ, ഞാനൊന്ന് പോയി കിടക്കട്ടെ. ഈയിടെയായിട്ട് എൻ്റെ മോൾക്ക് കിടന്ന് സ്വപ്നം കാണുന്നത് കൂടുന്നുണ്ട്. എന്താടി മുഖത്തൊരു കള്ളലക്ഷണം? മനസ്സിലാരെങ്കിലും മുട്ടിട്ട് തുടങ്ങിയോ? തുടങ്ങിയെന്ന് പറഞ്ഞ അമ്മേന്റെ റിയാക്ഷൻ എന്തായിരിക്കും? നീ ആദ്യം സത്യം പറയും മധു. മുട്ടിട്ട് തുടങ്ങിയെന്ന് തോന്നണേ. അതെനിക്ക് തോന്നിയതാ. എന്തായാലും ലാസ്റ്റ് കരഞ്ഞു കുത്തിരിക്കാൻ നിൽക്കരുത്. ഏയ്, അവൻ പാവാ, പക്ഷെ ഇഷ്ടാവോന്ന്? എൻ്റെ മോളെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? എപ്പോഴാ അവനോട് പറയുന്നേ? പറയണം, അങ്ങനെ എടുത്തു ചാടി പറയാൻ പറ്റിയ കാര്യമല്ലല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവൻ ആരെങ്കിലും കൊത്തിക്കൊണ്ടാണതിന് മുമ്പ് പറയണതാണ് നല്ലത്. പക്ഷേ അവൻ എന്നോട് ആ ഫീലിങ്സ് ഇല്ലെങ്കിലോ? ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ബാധിക്കില്ലത്. ഞാൻ നിന്നോട് ആദ്യം തന്നെ പറഞ്ഞു, KKPP, കിട്ടിയാ കിട്ടി, പോയാൽ പോയി. അതാണല്ലോ നിന്റെ ആദ്യം മുതലുള്ള മുദ്രാവാക്യം. അതിനനുസരിച്ചാണല്ലോ നീ പ്രവർത്തിക്കാറും. പിന്നെന്താ? എന്താ ഇവിടെ പ്രാക്ടീസ് പറഞ്ഞിട്ട് കുടുംബശ്രീ കൂടുക? അല്ല, കുംഭമേള നടത്തുക. ഓഹോ, നിന്റെ അച്ഛൻ വിശ്വനാഥനാവും കോർഡിനേറ്റർ അല്ലേ? ഏയ് അല്ല, ജോസഫ് കുര്യൻ. വന്നു വന്നു പിന്നെ തന്തയ്ക്ക് വിളിക്കാനും തുടങ്ങി. എന്റെ പിന്നെ ആങ്ങളൊക്കെയാണല്ലോ വിളിക്കുന്നേ. ആരാ ഫോണില്? എന്റെ കാമുകി. എന്തേ? അയ്യോ, ആരാണാവോ? ആദഭാഗ്യ. വേണ്ട, അത് വേണ്ട. എടാ എബി, അബിയെന്നെ ലൈബ്രറിക്ക് വിളിച്ചു. നീ ഇവിടെ കാണില്ലേ? ഹാടി, നീ പോയിട്ടോ, ഞാൻ ഇവിടെ ഉണ്ടാവും. എന്താടി? എന്താടാ? എന്താ മോളെ അനുരാധെ, നിനക്കും വേണ്ടേ അവളെപ്പോലൊരു കൂട്ട്? പിന്നെ വേണം വേണം, നല്ല ആഗ്രഹമുണ്ട്. നിനക്ക് എന്നെ പോലൊരു നല്ല ചിക്കനെ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം.
അയ്യോ, അതിന്റെ ആവശ്യമില്ല. എനിക്കുള്ളതിന് ഞാൻ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. അതാരാ? അതൊക്കെ എന്റെ മോനെ. പറയടി പുല്ല്. ആദ്യം ഞാൻ അവനോട് പറയട്ടെ, എന്നിട്ടല്ലേ നിങ്ങളോട്. നീരെങ്ങോട്ടേ പോകുന്ന? എനിക്ക് കുറച്ച് കാര്യം ചെയ്തു തീർക്കാനുണ്ട്. എടി വൈശു, ഞാനിപ്പോ വരാട്ടോ. എടാ എബി, നിനക്ക് മധുവിന് ഇഷ്ടല്ലേ? എടാ നീ എന്തൊക്കെ പറയുന്നേ? ഇഷ്ടോ? അതെ, ഇഷ്ടം. അത് നോക്കി നിൽക്കുന്ന ഏത് പൊട്ടന്മാർക്ക് വേണമെങ്കിലും മനസ്സിലാവും. എടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊരു ഇഷ്ടമൊന്നും എനിക്ക് അവളോടില്ല. ഞാൻ എല്ലാവരോടും പെരുമാറുന്ന പോലെ തന്നെയാണ് അവളോടും പെരുമാറിയത്. എടാ സത്യമാണോ? നിനക്ക് അവളോട് വേറൊന്നുമില്ലേ? ഇല്ലടാ, എനിക്കങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ തോന്നുകയാണെങ്കിൽ ഇനി മുതൽ ഞാൻ അവളോട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടോളാം. വെള്ളിമുകിലോടം മേലെ തിങ്കളൊളി കണ്ണും നീട്ടി മുല്ലയ്ക്ക് മുത്തം നൽകുമ്പോൾ ഒരു നുള്ളു മധുരം വാങ്ങുമ്പോൾ പുതുമഞ്ഞാൽ നിന്നെ പൊതിയാനായി നെഞ്ചമൊന്നു കൊഞ്ചി വല്ലാതെ. എനിക്കിതെന്താ പറ്റുന്നേ? വീട്ടിൽ പോകാൻ വേഗം, അതാ നല്ലത്. ഉള്ളില എന്നോടും ഇഷ്ടമല്ലേ, ചൊല്ലൂ ഇഷ്ടമല്ലേ. അവൻ പറഞ്ഞതല്ലേ ശരി. ഞാനല്ലേ ആശകളുടെ ഒരു കൊട്ടാരം തന്നെ പണിത് വെച്ചേ. അതിൽ അവനെന്ത് കഴിച്ചു? അവന് അവൻ്റെതായ ഇഷ്ടങ്ങളും ഫീലിങ്സും ഒക്കെ ഉണ്ടാവും. അതെല്ലാവരോടും തോന്നണമെന്നില്ലല്ലോ. അവനെന്തിനാ ഡിസ്റ്റൻസ് ഇട്ട് കഷ്ടപ്പെടുന്നത്? ഞാനായിട്ട് ഇനി ശല്യപ്പെടുത്താതിരുന്നാ പോരെ. തിങ്കളൊളി കണ്ണും നീട്ടി മുല്ലയ്ക്ക് മുത്തം നൽകുമ്പോൾ ഒരു നുള്ളു മധുരം വാങ്ങുമ്പോൾ. മധു, നീ വന്നോ? നീ ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ലായിരുന്നടി. എങ്ങനെയുണ്ട് ഇപ്പോൾ? പനിയൊക്കെ മാറിയില്ലേ? ഷോ, എൻ്റെ കൊച്ചാകെ ക്ഷീണിച്ചു. അല്ല എബി എവിടെ കണ്ടില്ലല്ലോ? ഓ, അവൻ്റെ കാര്യമൊന്നും പറയണ്ട. അവൻ ഫുൾ തിരക്കിലല്ലേ. അപ്പോൾ ഗൈസ്, എല്ലാവരുടെ ശ്രദ്ധിക്കും. എല്ലാവരും നന്നായി കളിക്കുക. മറ്റന്നാളെയാണ് പരിപാടി എന്നറിയാലോ. സോ മാക്സിമം ട്രൈ ചെയ്യുക നന്നായി കളിക്കാൻ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക. പെൻ ഡ്രൈവൊക്കെ സൂക്ഷിക്കുക. അത്രയൊക്കെ തന്നെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. മധു, പനിയൊക്കെ മാറിയില്ലേ? മാറി. എന്തായാലും ഹെൽത്ത് ശ്രദ്ധിച്ചിട്ടുള്ള കളിക്കാൻ മതി. എന്താണ് അഭിമോനെ രാവിലെ തന്നെ? എനിക്കെൻ്റെ ഭാര്യനോട് രാവിലെ സംസാരിച്ചൂടെ? ഭാര്യയോ? അതേത് വഴിക്ക്? ഞാൻ അറിഞ്ഞില്ലല്ലോ മിസ്റ്റർ അബി. അതൊക്കെ ഒരു വഴിക്ക് എൻ്റെ ഭാര്യയെ. ഭർത്താവ് തൽക്കാലം മാറി നിൽക്ക്. ഈ സംസാരം എൻ്റെ ആരോഗ്യത്തിന് നല്ലതാവില്ല. അതെന്താടി അങ്ങനൊരു വർത്തമാനം? നിനക്ക് നല്ലതല്ലാത്ത എന്തെങ്കിലും ഞാൻ ചെയ്യുമോ? ആ, ചെയ്യും. എന്നാലേ അതങ്ങ് സഹിച്ചോ എൻ്റെ പൊന്നുമോള്. ഓ, ഇവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യ്.
മധു, നീ പ്രിയയുടെ പെൻഡ്രൈവ് എടുത്തോ? എനിക്കെന്തിനാ ഇവളുടെ പെൻഡ്രൈവ്? നിന്നോട് എടുത്തോ എടുത്തില്ലേന്നാ ചോദിച്ചത്. അതിന് ആൻസർ പറയാദ്യം. അതിന് ആൻസർ തന്നെ ഞാൻ പറഞ്ഞ. എനിക്കെന്തിനാ ഇവളുടെ പെൻഡ്രൈവ് എന്ന്. ഇവളുടെ പെൻഡ്രൈവ് എടുത്ത് മാറ്റി ഇവളുടെ പെർഫോമൻസ് കൊളാക്കണമെന്ന് ഒരു ദുഷിച്ച ഉദ്ദേശം എനിക്ക് എൻ്റെ മനസ്സിലില്ല. ഇതുവരെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇവളെ എടുത്ത് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതാ. ദേ പ്രിയ, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കാര്യം വഷളാക്കാൻ നിൽക്കരുത്. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഇതുവരെ പോയിട്ടില്ല. നീ തന്നെ എടുത്തത്. നീ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുള്ളൂ. എനിക്ക് നല്ലോണം അറിയാം. എടി പൂതന പ്രിയേ, വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നിൽക്കരുത്. നിന്നെ ഇഷ്ടമല്ല എന്നുള്ളതൊക്കെ ശരിയാ. അത് പറഞ്ഞിട്ട് ഇങ്ങനെ ചീപ്പ് പരിപാടിയൊന്നും ഞാൻ ചെയ്യില്ല. മധു, നിർത്ത്. എന്തിനാ ഞാൻ നിർത്തുന്നേ? അവളോട് നിർത്താൻ പറ ആദ്യം. അവളുടെ ഫ്രണ്ട് പറഞ്ഞിട്ട് തന്നെയാണ് ആ പെൻഡ്രൈവ് ഞാൻ പോയി എടുത്തത്. അവളാ പറഞ്ഞത് അതാണ് എൻ്റെ പെൻഡ്രൈവ് എന്ന്. ഇതിന് തന്നെ കോളേജ് ചെയർമാന് മനസ്സിലാക്കാലോ എന്ത് കളിയാണ് ഇപ്പൊ ഇവിടെ നടന്നത് എന്ന്. മധു പറയുന്നതൊക്കെ ശരിയാണോ പ്രിയ? അത് എനിക്കറിയില്ല. പ്രിയ, നിന്റെ അടുത്ത് ആദ്യമായിട്ടും അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നിർത്തിക്കോ എൻ്റെ പുറകെ നടന്നിട്ടുള്ള നിന്റെ ഈ കളി. ഇനി ഇങ്ങനെ ഒരു വാണിംഗ് ഉണ്ടാവുമെന്ന് നീ വിചാരിക്കരുത്. ഇത് ഞാൻ ഒരു തമാശയായി കണ്ട് നീക്കി വിട്ടു. ഇനി അത് അങ്ങനെ ആയിരിക്കില്ല. ഹേയ് മധു. മധു, സോറി എടി, എൻ്റെ ഭാഗത്താണ് തെറ്റ്. മുൻപും പിന്നും ചിന്തിക്കാതെ ഞാൻ നിന്റെ അടുത്ത് വന്ന് ചോദിച്ചു. സോറി. എന്താ നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ പ്രശ്നം? ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുകയാണ്. അത് ഞാൻ പറയാം. പെട്ടെന്ന് പ്രിയ എൻ്റെ അടുത്ത് വന്ന് അവളുടെ പെൻഡ്രൈവ് കാണാനില്ല, അത് മധു എടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഞാൻ വിശ്വസിച്ചു പോയി. അപ്പോൾ ഞാൻ അവളടുത്ത് അതൊക്കെ ഒന്ന് പോയി ചോദിച്ചു. അതാ പ്രശ്നം. അതാണോ? അതവൻ്റെ വർക്ക് പ്രഷർ കൊണ്ടാവില്ലേ മധു? നീ അത് വിട്ടോളാ. എൻ്റെ അബി, എനിക്കാരോടും ദേഷ്യവും പരിഭവവും ഒന്നുമില്ല. എല്ലാവർക്കും എന്നോടാണല്ലോ ദേഷ്യവും പരിഭവവും അകൽച്ചയൊക്കെ. മധു, നീ അന്ന് ഞങ്ങളവിടെ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അതിപ്പോൾ നിന്റെ സംസാരത്തിന് തന്നെ എനിക്ക് മനസ്സിലായി. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും എനിക്കൊന്നുമില്ല. അതൊക്കെ തന്നെയല്ലേ സത്യം. അല്ല, അന്ന് ഞാൻ പറഞ്ഞ അതൊന്നും സത്യമല്ല. നീ തന്നെയല്ലേ അന്ന് എന്നോട് പറഞ്ഞ് എനിക്ക് വേറെ ആരെയൊക്കെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ സ്നേഹത്തെ മറച്ചു വെച്ചതാ. അല്ലാതെ എനിക്ക് നിന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ഇഷ്ടമായതുകൊണ്ടാണ്. സോറി, ഞാൻ അതൊക്കെ വിട്ടു എന്നോ. അതേപോലെ നീയും അതൊക്കെ വിടണം. മധു, പറയടോ. ഞാൻ നിന്നൊരു ചായക്ക് ക്ഷണിച്ചിരുന്നില്ലേ? ഇപ്പൊ പോയാലോ? വൈശു, ശരിയെന്നാ ഞാൻ പോവാണ്. എടാ, നീ വിഷമിക്കണ്ട, നമുക്കെല്ലാം സെറ്റാക്കാം.
ഓ എൻ്റെ മക്കളെ, നിങ്ങൾ തൂക്കി കോളേജിട്ടെ. എൻ്റെ മധു, നീ ഇന്ന് ആ ചോക്ലേറ്റിൻ്റെ പെർഫ്യൂമിൽ കുളിച്ച് വന്നതാണോ? അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ മണം വന്നു തുടങ്ങിയല്ലോ. കോളേജ് ഡേക്കല്ലേ, കുറച്ച് ചോക്ലേറ്റിന്റെ മണം പരന്നോട്ടെ. ആ മണം കാരണം എൻ്റെ കൺട്രോൾ വിട്ടു പോകുന്ന തോന്നണേ. മതി മതി, വന്നേ, ഞങ്ങളുടെ പെർഫോമൻസ് ഇപ്പൊ തുടങ്ങും. പിന്നെ മധു ആദ്യം കയറും, പിന്നെ അതിന്റെ ബാക്കിൽ ഞാനും ഉണ്ടാവും. ഓക്കേടാ, അപ്പം നന്നായി കളിക്ക്. ഓൾ ദി ബെസ്റ്റ്. ഉടലണിന്താടെ പോൽ ഇനി അണിந்து കൊള്ളുവായ ഇനി നീ കണ്ണ തൂങ്കാതെ എൻ കണ്ണിൽ തുയിലൊരിത്ത കണ്ണന്താ ഇനി നീ ഇത് നേരാമലേ ഉன்னை பாராமலே இந்த முழு ஜென்மம் போயிருந்தா चांद की चिड़िया मेरे ഇനി നമ്മുടെ കോളേജ് ഹീറോയും സൂപ്പർ സിംഗറുമായ നമ്മുടെ സ്വന്തം എബീനെ സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. This song is dedicated for പുതുമഞ്ഞാൽ നിന്നെ പൊതിയാനായി നെഞ്ചമൊന്നു കൊഞ്ചി വല്ലാതെ ഇഷ്ടമല്ലേ വെള്ളിമുകിലോടം മേലേ എന്താടാ മധു, നമുക്ക് നിർത്താടി ഈ ഒളിച്ചുകളി. വെള്ളിമുകിലോടം മേലെ മധു, ഒളി കണ്ണും നീട്ടി മുല്ലയ്ക്ക് മുത്തം നൽകുമ്പോൾ ഒരു നുള്ളു മധുരം വാങ്ങുമ്പോൾ പുതുമഞ്ഞാൽ നിന്നെ പൊതിയാനായി നെഞ്ചമൊന്നു കൊഞ്ചി വല്ലാതെ ഇഷ്ടമല്ലേ ഒരുപാട് സങ്കടപ്പെട്ടോ ഞാനൊന്നും ഇഷ്ടമല്ല പറഞ്ഞപ്പോ? എനിക്കറിയായിരുന്നു നിനക്കതിന് സാധിക്കില്ലെന്ന്. നിന്നോട് അടി കൂടിയതും പിണങ്ങിയതും എല്ലാം എനിക്ക് നിന്നെ ഇഷ്ടമായത് കൊണ്ടാണ്. വെള്ളിമുകിലോടം മേലേ വെള്ളിമുകിലോടം മേലെ തിങ്കളൊളി കണ്ണും നീട്ടി മുല്ലയ്ക്ക് മുത്തം നൽകുമ്പോൾ ഒരു നുള്ളു മധുരം വാങ്ങുമ്പോൾ പുതുമഞ്ഞാൽ നിന്നെ പൊതിയാനായി നെഞ്ചമൊന്നു കൊഞ്ചി വല്ലാതെ ഇഷ്ടമല്ലേ ഉള്ളില എന്നോടും ഇഷ്ടമല്ലേ ചൊല്ലൂ ഇഷ്ടമല്ലേ
ഇഷ്ടമല്ലേ